ഊർജ്ജസ്വലവും വിചിത്രവും മനോഹരവുമായ നീണ്ട പൂങ്കുലകളുള്ള ഉഷ്ണമേഖലാ സസ്യങ്ങളുടെ ജനുസിൽപ്പെട്ട ഹെലിക്കോണിയ. ഇതിനെ ചില പ്രദേശങ്ങളിൽ ലോബ്സ്റ്റർ നഖങ്ങൾ, പറുദീസയിലെ തെറ്റായ പക്ഷി അല്ലെങ്കിൽ പൂക്കൾ എന്നൊക്കെ വിളിച്ചു വരുന്നു. ഹെലിക്കോണിയ എന്ന ഇതിന്റെ പൊതുനാമം 1771 കാൾ ലിനേയസ് ആണ് നൽകിയത്. ഹെലിക്കോണീസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അദ്ദേഹം ഈ നാമം കണ്ടെത്തിയത്. ഇന്ന് ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വളരെ നല്ല ഒരു അലങ്കാര സസ്യമായി വളർത്തി വരുന്നു. ഹെലിക്കോണിയ ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, രോഗങ്ങളും കീടങ്ങളും, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടിയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹെലിക്കോണിയേസി എന്ന ഏകപക്ഷീയ കുടുംബത്തിലെ ഏക ജനുസാണ് ഹെലിക്കോണിയ. എന്നാൽ മുമ്പ് വാഴപ്പഴങ്ങൾ ഉൾപ്പെടുന്ന മുസാസിയ കുടുംബത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. 1998 APG സംവിധാനവും അതിനുശേഷം വന്ന 2003 APG സെക്കൻഡ് സംവിധാനവും ഹെലിക്കോണിയേസി വ്യത്യസ്തമാണെന്ന് സ്ഥിരീകരിക്കുകയും അവയെ മോണോകോട്ടുകളുടെ കമ്മലിനിഡ് ക്ലേഡീസ് സിംഗിബറാലിസ് എന്ന ക്രമത്തിൽ സ്ഥാപിച്ചു. ഈ ക്രമത്തിലെ ഏറ്റവും വലിയ കുടുംബം സിംഗിബറാസി ആണ്. ഇതിന് 56 ജനുസുകളും 1300-ലധികം ഇനങ്ങളുമുണ്ട്. ഈ ഇനത്തിൽ നാം സുപ്രധാനമായി ഉപയോഗിക്കുന്ന പല സുഗന്ധവ്യഞ്ജനവും ഉൾപ്പെടുന്നു: ഇഞ്ചി, മഞ്ഞൾ, ഏലം മുതലായവ. ഇതിന്റെ അറിയപ്പെടുന്ന 1914 ഇനങ്ങളിൽ ഭൂരിഭാഗവും ഉഷ്ണമേഖല അമേരിക്കയിൽ നിന്നുള്ളവയാണ്. എന്നാൽ ചിലത് പടിഞ്ഞാറൻ സ്പെസിഫിക്കിലെ ചില ദ്വീപുകളിലും ഇന്തോനേഷ്യയിലെ മലുക്കുവിലും തദ്ദേശീയമാണ്. ഈ പ്രദേശങ്ങളിലെ ഉഷ്ണമേഖലാ വനങ്ങളിൽ ഹെലിക്കോണിയയുടെ പല ഇനങ്ങളും കാണപ്പെടുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ IUCN റെഡ് ലിസ്റ്റിൽ ഇതിന്റെ ഭൂരിഭാഗം സ്പീഷീസുകളും ദുർബലമായതോ ഡാറ്റ കുറവുള്ളതോ ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ പല ഇനങ്ങളും അലങ്കാര സസ്യങ്ങളായി വ്യാപകമായി കൃഷി ചെയ്യുന്നു. ചിലത് ഫ്ലോറിഡ, ഗാംബിയ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ പ്രകൃതിദത്തമായി തന്നെ കാണപ്പെടുന്നു. ഹെലിക്കോണിയ ചെടികൾക്ക് മധ്യസിരയുള്ള വലിയ വാഴയില പോലുള്ള ഇലകളുണ്ട്. ഇനങ്ങളെ ആശ്രയിച്ച് ഇലകളുടെ വലിപ്പവും ആകൃതിയും വ്യത്യാസപ്പെടാം. ഇവ സാധാരണയായി തണ്ടിനോട് ചേർന്ന് ഒരു സർപ്പിൾ ആകൃതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഹെലിക്കോണിയയുടെ തണ്ടുകൾ പലപ്പോഴും കട്ടിയുള്ളതും ഉറപ്പുള്ളതും കുത്തനെയോ ചെറുതായി വളഞ്ഞോ ഒക്കെ വളർന്നു കാണപ്പെടുന്നു. ചില സ്പീഷീസുകളുടെ തണ്ടുകൾ പുറത്തു കാണാത്തവയാണ്. ഇത് പലപ്പോഴും ഇറുകിയ പായ്ക്ക് പോലെ ഇലകളുടെ അടിത്തറയിൽ കാണപ്പെടുന്നു. ഹെലിക്കോണിയയുടെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ തനതായ പൂങ്കുല തന്നെയാണ്. ഒരു ലോബ്സ്റ്റാർ മുഖം അല്ലെങ്കിൽ പക്ഷിയുടെ കൊക്കിനോട് സാമ്യമുള്ള ഒരു ബ്രാക്കറ്റ് ഘടനയിൽ പൂക്കൾ ഒരുമിച്ച് വളർന്നു കാണപ്പെടുന്നു. ചുവപ്പും ഓറഞ്ചും മുതൽ മഞ്ഞയും പച്ചയും വരെയുള്ള നിറത്തിൽ ഇതിന്റെ ബ്രാക്റ്റുകൾ കാണപ്പെടുന്നു. ഹെലിക്കോണിയയുടെ യഥാർത്ഥ പൂക്കൾ ചെറുതും വ്യക്തതയില്ലാത്തതുമാണ്. വർണ്ണാഭമായ ശാഖയ്ക്കുള്ളിലാണ് ഇത് കാണപ്പെടുന്നത്. ഈ ചെടിക്ക് അലങ്കാരാകർഷണം നൽകുന്നത് ഇതിന്റെ ബ്രാക്റ്റുകളാണ്. ഇവയുടെ പൂക്കൾ നീളമുള്ളതും നിവർന്നു നിൽക്കുന്നതോ തൂങ്ങിക്കിടക്കുന്നതോ ആയ പാനിക്കിളുകളായി കാണപ്പെടുന്നു. ഇവയുടെ വളർച്ചാശീലം സ്ട്രെലിറ്റ്സിയ, കന്ന, വാഴപ്പഴം എന്നിവയ്ക്ക് സമാനമാണ്. ഈ പൂക്കളിൽ തേനീച്ചകളും ഹമ്മിങ് ബേർഡുകൾ ഉൾപ്പെടെയുള്ള പരാഗണങ്ങളെ ആകർഷിക്കുകയും പ്രാദേശിക ആവാസ വ്യവസ്ഥയ്ക്ക് വളരെ വലിയ സംഭാവനകൾ നൽകുന്നവയുമാണ്. ചില ഹെലിക്കോണിയ ഇനങ്ങൾ ഇവയുടെ വിചിത്രമായ രൂപവും തിളക്കമുള്ള നിറവും കാരണം പുഷ്പക്രമീകരണങ്ങളിൽ മുറിച്ച പൂക്കളായി ഉപയോഗിക്കുന്നു. ഹെലിക്കോണിയ അതിന്റെ അതിശയകരവും നീണ്ടു നിൽക്കുന്നതുമായ പൂക്കൾക്കായി വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഉഷ്ണമേഖലാ ഉദ്യാനങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ, പുഷ്പക്രമീകരണങ്ങൾ എന്നിവയിൽ ഇത് വളരെ ജനപ്രിയമാണ്. ഇതിന്റെ പൂക്കളിൽ നിന്നുണ്ടാകുന്ന പഴങ്ങൾ മൂക്കുമ്പോൾ നീല ദ്രുമനൂൽ നിറമായിരിക്കും. വിത്ത് വ്യാപനത്തിന് ശേഷമുള്ള അതിജീവനത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഈ ചെടിയുടെ പുനരുൽപാദനത്തിന് വിത്തിന്റെ വലിപ്പം നിർണായകമല്ലെന്നാണ്. ഏറ്റവും കൂടുതൽ ഇതിന്റെ വിത്തുകൾ കഴിക്കുന്നത് സസ്തനികളാണ്. ഇതിന്റെ പല ഇനങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കി പൊതുവായി നമുക്ക് നോക്കാം. ഹെലിക്കോണിയ സിറ്റാക്ലോറം. ഈ ഇനം സാധാരണയായി തത്തയുടെ കൊക്ക് അല്ലെങ്കിൽ പാരറ്റ് പുഷ്പം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് താരതമ്യേന ചെറുതും കടും നിറമുള്ളതുമായ ബ്രാക്റ്റുകളുണ്ട്. ഇത് ഉഷ്ണമേഖലാ ഉദ്യാനങ്ങളിലെ ഒരു ജനപ്രിയ ഇനമാണ്. ഹെലിക്കോണിയ റോസ്ട്രാറ്റ. ലോബ്സ്റ്റർ ക്ലോ അല്ലെങ്കിൽ ഹാങ്ങിങ് ലോബ്സ്റ്റർ ക്ലോ എന്നറിയപ്പെടുന്ന ഈ ഇനത്തിന് ഒരു ലോബ്സ്റ്ററിന്റെ നഖങ്ങളോട് സാമ്യമുള്ള നീളമുള്ളതും തൂങ്ങിക്കിടക്കുന്നതുമായ ബ്രാക്റ്റുകളുണ്ട്. ഹെലിക്കോണിയ ബിഹായ്.
ഇതിനെ ലോബ്സ്റ്റർ ക്ലാവ് പ്ലാന്റ് എന്നറിയപ്പെടുന്നു. ബ്രാക്റ്റിന്റെ നിറത്തിലും രൂപത്തിലും വ്യത്യാസങ്ങളുള്ള വൈവിധ്യമാർന്ന ഇനങ്ങളാണിത്. ഹെലിക്കോണിയ കരീബിയ. കരീബിയൻ സ്വദേശിയായ ഈ ഇനത്തിന്റെ സവിശേഷത ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് ബ്രാക്റ്റുകളുള്ള കുത്തനെയുള്ള പൂങ്കുലയാണ്. ഉഷ്ണമേഖലാ കാലാവസ്ഥയിലെ ഊഷ്മളമായ താപനിലയിലാണ് ഹെലിക്കോണിയ വളരുന്നത്. ഇവ പലപ്പോഴും മഴക്കാടുകളിലും കാണപ്പെടുന്നു. ജൈവ പദാർത്ഥങ്ങളാൽ സമ്പന്നമായ നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഹെലിക്കോണിയയ്ക്ക് അനുയോജ്യം. ഈ സസ്യങ്ങൾ സാധാരണയായി ന്യൂട്രൽ മണ്ണിന്റെ pH ലെവലിനേക്കാൾ ചെറുതായി അസിഡിറ്റി ഇഷ്ടപ്പെടുന്നു. അവ സാധാരണയായി 6 മുതൽ 7.5 വരെയുള്ള pH ശ്രേണിയാണ്. ഈ ശ്രേണി മണ്ണിൽ ഒപ്റ്റിമൽ പോഷക ലഭ്യതയും ആരോഗ്യകരമായ വളർച്ചയും ധാരാളം പൂക്കളും ഈ ചെടിക്ക് നൽകും. മിക്ക ഹെലിക്കോണിയ സ്പീഷീസുകളും പൂർണ്ണ സൂര്യപ്രകാശം ഭാഗികമായി ഇഷ്ടപ്പെടുന്നു. എങ്കിലും ചിലത് നനഞ്ഞ നിഴൽ പ്രദേശത്തും വളരും. സ്ഥിരമായി ഈർപ്പമുള്ള മണ്ണ് നിലനിർത്താൻ ഹെലിക്കോണിയയ്ക്ക് പതിവായി നനവ് ആവശ്യമാണ്. എന്നാൽ വെള്ളക്കെട്ട് പാടില്ല. ഇനി ഇതിന്റെ വളപ്രയോഗത്തെപ്പറ്റി നമുക്ക് നോക്കാം. ആരോഗ്യകരമായ വളർച്ച, ഊർജ്ജസ്വലമായ സസ്യജാലങ്ങൾ, സമൃദ്ധമായ പൂവിടൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഹെലിക്കോണിയ ചെടിക്ക് വളപ്രയോഗം വളരെ പ്രധാനമാണ്. 10ന്റെ അനുപാതത്തിലുള്ള NPKയോ സമാന അനുപാതത്തിലുള്ള സമതുലിതമായ സ്ലോ റിലീസ് വളങ്ങളോ ഉപയോഗിക്കാം. ഇത് ഈ സസ്യത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ആവശ്യമായ പോഷകങ്ങളുടെ മിശ്രിതം നൽകും. സാധാരണയായി വേനൽക്കാലത്തിന്റെ അവസാനം മുതൽ ശരത്കാലത്തിന്റെ ആരംഭം വരെ വളരുന്ന സീസണിലാണ് ഹെലിക്കോണിയ ചെടികൾക്ക് വളം നൽകുന്നത്. പ്രവർത്തനരഹിതമായ അല്ലെങ്കിൽ ചെടി വിശ്രമിക്കുന്ന കാലഘട്ടത്തിൽ വളപ്രയോഗം ഒഴിവാക്കുക. വളരുന്ന സീസണിൽ ഓരോ 4-6 ആഴ്ചയിലൊരിക്കൽ വളം നൽകാം. നിങ്ങൾ നട്ടുവളർത്തുന്ന ഹെലിക്കോണിയ ഇനങ്ങളുടെ നിർദ്ദിഷ്ട ആവശ്യകതകളെ അടിസ്ഥാനമാക്കി വളത്തിന്റെ ആവൃത്തി ക്രമീകരിക്കുക. അമിതമായ വളപ്രയോഗം ഒഴിവാക്കുക. കാരണം അമിതമായ പോഷകങ്ങൾ മണ്ണിൽ ലവണങ്ങൾ അടിഞ്ഞുകൂടാൻ ഇടയാക്കും. ഇത് ചെടിക്ക് ദോഷം ചെയ്യുന്നു. വളം പ്രയോഗിക്കുന്നതിന് മുമ്പേ മണ്ണ് നല്ല നീർവാർച്ചയുള്ളതും ജൈവ വസ്തുക്കളാൽ സമ്പുഷ്ടമാണെന്നും ഉറപ്പാക്കുക. നല്ല മണ്ണ് പോഷകങ്ങളുടെ ആഗിരണം വർദ്ധിപ്പിക്കും. വളം നൽകുമ്പോൾ ചെടിയുടെ ഡ്രിപ്പ് ലൈനിന് പുറത്തേക്ക് തുല്യമായി വളം തളിക്കുക. നൽകുന്ന വളം ചെടിയുടെ സസ്യജാലങ്ങളുമായി നേരിട്ട് സമ്പർക്കമില്ലെന്ന് ഉറപ്പാക്കുക. മറിച്ചായാൽ ഇതിന് പൊള്ളലേൽക്കാം. വളപ്രയോഗത്തിന് ശേഷം ചെടി നന്നായി നനയ്ക്കുക. ഇത് പോഷകങ്ങളെ മണ്ണിൽ നല്ല രീതിയിൽ ലയിപ്പിക്കുകയും ചെടിയുടെ റൂട്ട് സോണിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇരുമ്പ്, മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങൾ വളത്തിനൊപ്പം നൽകുന്നത് ചെടിക്ക് പ്രയോജനം നൽകും. ജൈവവളമാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവവസ്തുക്കളോ നൽകാം. ചുവട്ടിൽ നിന്നും ഡിവിഷനുകളായി വിഭജിച്ചും വിത്ത് മുളപ്പിച്ചും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഹെലിക്കോണിയ ചെടിയെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. മുഞ്ഞ, ചിലന്തിക്കാശ്, സ്കെയിൽ പ്രാണികൾ, ഇലപ്പേനുകൾ എന്നിവയാണ് കീടങ്ങൾ. ലീഫ് സ്പോട്ട്, റൂട്ട് ചീയൽ, ബാക്ടീരിയ വാട്ടം, ഫംഗൽ ലീഫ് ബ്ലൈറ്റ് ഇതാണ് ഇതിനെ ബാധിക്കുന്ന രോഗങ്ങൾ. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാനിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുക. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങൾ ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം ചെടികൾ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.